ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. സ്കൂൾ തുറന്നതല്ലേ, പഠിക്കാനുള്ളത് കാരണം അവന്തിക ഈ വീഡിയോയിൽ നിന്ന് മാറ്റിയതാണ്. അവൾ സ്കൂളിലാക്കി വരുമ്പോഴാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു വീഡിയോ ചെയ്യാൻ. ഇതിപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ പ്രശസ്തമായൊരു ഇല്ലമാണ്. തമ്പുരാക്കന്മാരും തമ്പുരാട്ടിമാരും അന്തർജനങ്ങളും എല്ലാം വാഴ്ന്നിരുന്നൊരു ഇല്ലം. ഓരോ ചുവട് വെച്ച് മുന്നിലേക്ക് നടക്കുമ്പോഴും ഓരോ ഓർമ്മകൾ മനസ്സിലേക്ക് ഓടി വന്നുകൊണ്ടിരുന്നു. പെർമിഷൻ ചോദിക്കാതെയാണ് ഈ വീഡിയോ എടുത്തത്. ചോദിക്കാൻ ഇല്ലത്ത് ഇന്ന് ആരും ഇല്ല. അവിടുത്തെ വലിയ തമ്പുരാൻ്റെ തമ്പുരാട്ടി മരിച്ചു, അനിയൻ തമ്പുരാനും മരിച്ചു. ശേഷം അവിടെ അനാഥമായിരിക്കുകയാണ്. ചരിത്രമുറങ്ങുന്ന മണ്ണാണെന്ന് തന്നെ പറയാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാലോ എന്ന് കരുതി പോയതാണ്. പക്ഷെ അവിടെ ആരെയും കണ്ടില്ല. ചരിത്രപരമായ ഒരുപാട് കഥകൾ ചുറ്റിപ്പറ്റി കിടക്കുന്ന ഒരു ഇല്ലമാണത്. ആരെങ്കിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷയോടെ ഞാൻ പോയി. നിർഭാഗ്യം എന്ന് പറയാം, അവിടെ ആരെയും കണ്ടതുമില്ല. ആ ഇല്ലത്തെ തമ്പുരാട്ടി മോള് പഠിക്കുന്ന സ്കൂളിലെ ടീച്ചറായിട്ട് ഒരുപാട് കാലം വർക്ക് ചെയ്തിരുന്നു. ഇപ്പോൾ അവരുടെ മരണശേഷം ആ ഇല്ലം തന്നെ അനാഥമായിരിക്കുകയാണ്. കുട്ടികളുടെ 2 പെൺകുട്ടികളാണ്, ഒരു ആൺകുട്ടിയും. പക്ഷേ ഇന്നിപ്പോൾ അവരാരും അവിടെ ഇല്ല. വിവാഹം കഴിച്ചെടുത്തു, പിന്നെ ഓരോ വീടുകളായിട്ട് താമസിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇല്ല അനാഥമായിരിക്കുന്നു തന്നെ പറയാം. ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ അച്ഛൻ അവിടെ തന്നെ ആയിരുന്നു. അച്ഛനും അച്ഛൻ്റെ ഫ്രണ്ട്സും എല്ലാവരും അന്നത്തെ കാലം അങ്ങനെയായിരുന്നു. ഇല്ലത്തെ ചുറ്റിപ്പറ്റിയായിരുന്നു അവിടെയൊക്കെ ഓരോ ജീവിതം. അച്ഛൻ്റെ ചെറുപ്പകാലം മുതൽ അച്ഛൻ അവരുടെ കൂടെ തന്നെയായിരുന്നു നടന്നിരുന്നൊക്കെ. അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ തമ്പുരാനും തമ്പുരാട്ടിക്കൊന്നും അച്ഛനെ ഒരു താഴ്ന്ന ജാതിപ്പെട്ട ആൾ അങ്ങനെയുള്ള അതൊന്നും ഇല്ലായിരുന്നു. അവരെ വീട്ടിലെ അംഗം പോലെയായിരുന്നു അച്ഛനെ കണ്ടിരുന്നത്. ആ ഒരു പരിഗണന ഞങ്ങൾ മക്കൾക്കും തന്നിരുന്നു. അന്നൊക്കെ ഈ നാട്ടിൻപുറത്ത് ഒട്ടുമിക്ക ആളുകളും ഈ ഇല്ലത്തെ ചുറ്റിപ്പറ്റി തന്നെയായിരുന്നു അവരുടെ ജീവിതം കഴിച്ചിരുന്നത്. പാടത്ത് പണിയെടുത്തും തമ്പുരാക്കന്മാരുടെ കൂടെ നടന്നും ഇല്ലത്തെ കാര്യങ്ങൾ ഓരോന്ന് നോക്കി നടത്തിയുമൊക്കെ ജീവിതം കഴിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ഈ നാട്ടിൻപുറത്തുള്ളവർക്ക്. ഇന്നിപ്പോൾ ആ ഇല്ല അനാഥമാണ്. ഇല്ലത്തെ തമ്പുരാൻ ഇന്ന് അയാളുടെ മകൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. 2 പെൺമക്കളെ കല്യാണം ചെയ്തയച്ചു. കുടുംബക്ഷേത്രത്തിലെ ഉത്സവ നാളുകളിൽ ആ ഇല്ലത്തെ മക്കൾ ഒരുമിച്ച് കൂടും. ശ്രീലത എന്നായിരുന്നു ആ തമ്പുരാട്ടിയുടെ പേര്. തമ്പുരാട്ടി സ്കൂളിലെ ടീച്ചറായി വർക്ക് ചെയ്തതിന് കാരണം ഞങ്ങൾ ടീച്ചറെന്ന് തന്നെയായിരുന്നു അവരെ വിളിച്ചിരുന്നത്. 1ാം ക്ലാസ് മുതൽ 7 വരെ എന്നെ ആ ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട്. അന്നൊക്കെ സ്കൂളിൽ പോയിരുന്നത് ഇല്ലത്തിൻ്റെ അടുത്ത് കൂടെ ആയിരുന്നു. അന്ന് റോഡില്ല, ഇടവഴിയായിരുന്നു. ഒരിക്കൽ ഞാൻ രാവിലെ സ്കൂളിൽ പോകുമ്പോൾ അമ്പിളി എന്നൊരു വിളി കേട്ടു. അപ്പോൾ എന്തേന്ന് ഞാനും അങ്ങോട്ട് ഉറക്കെ ചോദിച്ചു. ഇല്ലത്തിൻ്റെ അടുത്തൂടെയാണല്ലോ അന്ന് സ്കൂളിൽ പോകാറ്. പിന്നത്തെ മറുപടി, എന്തേ കുട്ടി നീ ഇത്രയും നേരമായിട്ട് എണീക്കാത്തേ, ഞാൻ അങ്ങോട്ട് കയറി വരണോ എന്നായി. ഇത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് വിളിച്ചത് തന്നെ അല്ലാന്ന്. അങ്ങനെ ഞാൻ 2 സൈഡിലേക്ക് നോക്കിയാണ്ട് ഒരൊറ്റ ഓട്ടം വെച്ചു. ആരെങ്കിലും കേട്ടോ എന്നുള്ളൊരു ചമ്മൽ എനിക്ക് ഉണ്ടായിരുന്നേനെ. ഇത് അനിയൻ തമ്പുരാൻ്റെ ഇല്ലാണ്. ഇപ്പോൾ ഇതിൽ ആളൊന്നുമില്ല. അനിയൻ തമ്പുരാൻ മരിച്ചതിന് ശേഷം അവരുടെ ഭാര്യ അവരുടെ നാട്ടിലാണ് മക്കളൊത്ത് ജീവിക്കുന്നത്. ഇപ്പോൾ ഈ ഇല്ലോ അനാഥായി തന്നെ കിടക്കുന്നത്. വലിയ തമ്പുരാന് അവരുടെ ഇല്ലത്ത് നിന്ന് നോക്കിയാൽ കാണാവുന്ന ദൂരത്ത് തന്നെയാണ് അനിയൻ തമ്പുരാൻ്റെ ഇല്ലോ. ഒരു മുറ്റത്തെന്ന് പറയാം, ഒരു മുറ്റത്ത് 2 ഇല്ലാണ്. ഇപ്പോൾ 2 ഇല്ലവും അനാഥായിട്ടാണ് കിടക്കുന്നത്. വലിയ തമ്പുരാൻ്റെ ഇല്ലാണ് കുറച്ചുകൂടെ ഒരു പ്രൗഢിയോടെ നിൽക്കുന്നത്. ഇനി അത് കാലശേഷം എന്താവുമെന്നൊന്നും അറിയില്ല. അത് പൊളിയാതെ ഇതുപോലെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു. കാരണം ഒരുപാട് ഓർമ്മകളും ഒരുപാട് കഥകളും എല്ലാം ഈ ഒരു ഇല്ലത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ഈ വീഡിയോ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴും എനിക്ക് അവിടുന്ന് മടങ്ങാൻ തോന്നിയില്ല. കാരണം അത്രയും ഓർമ്മകൾ എന്നെ ചുറ്റിപ്പറ്റി തന്നെ നിൽക്കുകയായിരുന്നു.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇപ്പോൾ ഈ തൽക്കാലം ഇല്ലത്ത് നിന്ന് ഞങ്ങൾ തൽക്കാലത്തിന് ഇവിടെ വന്നു കേട്ടോ. ഇനി പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം.